അപ്പോൾ നമ്മൾ പെട്ടിങ് ഇടയ്ക്കൊക്കെ എടുത്ത് നാട്ടിൽ പോവാണ്. സാധാരണ എല്ലാ പ്രാവശ്യം നാട്ടിൽ പോകുന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് പോകുന്നതിൻ്റെ സങ്കടം ഉണ്ടാവാറുണ്ട്. ഒന്നോ രണ്ടോ വട്ടം ജോബിച്ചിന് ഞാൻ ഒന്നിച്ചാണ് നാട്ടിൽ വന്നിട്ടുള്ളത്. എന്നാൽ എല്ലാ പ്രാവശ്യം ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ മാത്രം നാട്ടിൽ കൊണ്ടുവരും, ബാക്കിയെല്ലാം ഇവിടെ വെച്ചിട്ട് വരും ചെയ്യാം പതിവ്. പക്ഷെ ഇപ്രാവശ്യം നമ്മൾ വെക്കേറ്റ് ചെയ്ത് പോവല്ലേ, അതുകൊണ്ട് തന്നെ കുറേയൊക്കെ ഒന്ന് രണ്ട് ഫ്രണ്ട്സിനായിട്ട് കൊടുത്തു, അവസാനിപ്പിച്ചു. പിന്നെ ഒരു 10-55 കിലോ നമ്മൾ കാർഗോ ആയിട്ട് അയച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളതാണ് നമ്മൾ കൈപിടിച്ച് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ട കുറേ സാധനങ്ങൾ അവിടെ വെച്ചിട്ട് പോരേണ്ടി വന്നു കേട്ടോ. നമ്മൾ ബാംഗ്ലൂരിൽ നിന്നൊക്കെ കൊണ്ടുപോയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു, ഹൗസ് ഹോൾഡ് ഐറ്റംസ്, അതൊന്നും കൊണ്ടുവരാനും പറ്റിയിട്ടില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ മിസ്സിംഗ് ഉണ്ട്. പിന്നെ എന്തായാലും നാട്ടിൽ പോവല്ലേ എന്നുള്ളൊരു ഇതിൽ അങ്ങനെ ഇരിക്കുന്നു. പിന്നെ നമ്മൾ എമിറേറ്റ്സ് ആണ് ഫ്ലൈറ്റ് എടുത്തിട്ടുള്ളത്. വാറിൻ്റെ സിറ്റുവേഷൻ ആയതുകൊണ്ട് എല്ലാവർക്കും അറിയാലോ, 40% ഫ്ലൈറ്റ്സ് മാത്രമേ ഓടി തുടങ്ങിയിട്ടുള്ളൂ. അതിൽ തന്നെ കൂടുതൽ എമിറേറ്റ്സ് ആണ്. എപ്പോൾ വേണമെങ്കിലും ഫ്ലൈറ്റ് ക്യാൻസൽ ആവാനും റീഷെഡ്യൂൾ ചെയ്യാനും ഒക്കെ ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ എമിറേറ്റ്സ് ആയതുകൊണ്ട് നമ്മൾ ഡെയിലി ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, ഫ്ലൈറ്റ് ഓടുന്നുണ്ട്. എന്നിട്ടും നമുക്ക് മുംബൈക്കാണ് കിട്ടിയത്. നമ്മൾ കേരളത്തിലെ 4 എയർപോർട്ടുകളിലും കാര്യമായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ചെന്നൈ, കോയമ്പത്തൂർ, ബാംഗ്ലൂർ, ഈ 3 നോക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഹൈദരാബാദും ബോംബെ ആണ് പെൻഡിങ്ങിൽ ഉണ്ടായിരുന്നത്. ലാസ്റ്റ് നമ്മൾ ബോംബെ ചൂസ് ചെയ്തു. ബോംബെയിൽ നിന്നാണെങ്കിൽ ഫ്ലൈറ്റ് ആണെങ്കിലും ട്രെയിൻ ആണെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ബോംബെ ചൂസ് ചെയ്തത്. ഫ്ലൈറ്റിനാണെങ്കിൽ ഒടുക്കത്തെ റേറ്റ് ആണ് കേട്ടോ. എൻ്റെ വിസ മാർച്ച് 31 തീർന്നിട്ടുള്ളത്. ഏപ്രിൽ 4 നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ വാറ് കാരണം ഓവർ സ്റ്റേൻ്റെ ഇളവുകൾ ദുബായ് ഗവൺമെൻറ് ക്യാൻസൽ ചെയ്തത് മാർച്ച് 30 വരെയായിരുന്നു. എൻ്റെ മാർച്ച് 31 തീർന്നത്. അതുകൊണ്ട് തന്നെ 4 ദിവസത്തേക്ക് ഫൈൻ അടയ്ക്കാമെന്നാണ് വിചാരിച്ചേ. പക്ഷേ ഒടുക്കത്തെ ഫൈനായിരുന്നു. സംഭവം 50 ദർഹംസ് ആണ് ഫൈൻ അടയ്ക്കേണ്ടതെന്നാണ് പറയുന്നത്. പക്ഷേ ചാർജും കാര്യങ്ങളൊക്കെ കൂടിയിട്ട് ഏകദേശം പെർ ഡേ 350 ദർഹംസ് ഒക്കെ ആവുമെന്നാണ് അറിഞ്ഞത്. അവസാനം ഞാൻ ലാസ്റ്റ് മിനിറ്റിൽ 31 വൈകിട്ട് വിസ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടിയും വന്നു. അപ്പോൾ അതും അധിക ചിലവായിപ്പോയി. എന്നിട്ടും 4 ദിവസത്തേക്ക് വേണ്ടി വിസ എക്സ്റ്റെൻഡ് ചെയ്യുകയും ചെയ്തു, 1 മന്ത്. ദെൻ ഞങ്ങൾ ബോംബെക്ക് ടിക്കറ്റ് എടുക്കുകയും ചെയ്തു. എന്തെങ്കിലും ആവട്ടെ, നമുക്ക് എങ്ങനെയും ഒന്ന് നാട്ടിലെത്തിയാൽ മതി എന്നായി പോയി. അവസാനം എത്തിയപ്പോൾ ഏകദേശം ഒരു 3-4 മണിക്കൂർ നേരത്തെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഗോൾഡ് എടുത്ത കാരണം വിസിറ്റ് വിസയിലുള്ളവർക്ക് അതിൻ്റെ ടാക്സ് തിരിച്ചു കിട്ടുമായിരുന്നു. സോ അത് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ നേരത്തെ കഴിയണമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരത്തെ എത്തിയത്. അതുകൊണ്ട് തന്നെ ചെക്കിങ് വേഗം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരുപാട് സമയം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ബ്രൂ ബാറിൽ കയറിയിട്ട്, ഒരു കഫ്തീരിയാണ്, ബ്രൂ ബാർ എന്ന് എഴുതിയോണ്ട് ബാറാന്ന് തെറ്റിദ്ധരിക്കരുത്, എയർപോർട്ടിനകത്ത് തന്നെ ഉള്ളത്. അവിടെ നിന്ന് ഒരു കോഫി ലാറ്റയും അതുപോലെ ഒരു ഹോട്ട് ചോക്ലേറ്റും പിന്നെ കഴിക്കാൻ എന്തോ സ്നാക്സും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കയ്യിൽ ഓൾറെഡി നട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് നേരത്തെ തന്നെ ടേക്ക് ഓഫ് ചെയ്തു. 4 മണിക്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 3:50, 3:55 ഒക്കെ ആകുമ്പോഴേക്കും എല്ലാ കാര്യങ്ങളും സെറ്റായി. ഞാൻ ആദ്യമായിട്ടാണ് എമിറേറ്റ്സ് കയറുന്നത്. ജോബിച്ച 2 വട്ടം മുന്നേ കയറിയിട്ടുണ്ട്. അങ്ങനെ ഫസ്റ്റ് ടൈം എമിറേറ്റ്സിൽ കയറുകയാണ്. പക്ഷേ ഇത് ലാസ്റ്റ് ടൈം ആവരുതെന്നാണ് വിചാരിക്കുന്നത്. തിരിച്ചു പോകാൻ ഭാഗ്യം ഉണ്ടാവട്ടെ. അങ്ങനെ നമ്മൾ എമിറേറ്റ്സിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. നല്ല സെറ്റപ്പ് വണ്ടിയാണ് കേട്ടോ. സെറ്റപ്പ് ഫ്ലൈറ്റാണ് കേട്ടോ. സാധാരണ എപ്പോഴും ഞാൻ 2 റോയിലാണ് സീറ്റ് കണ്ടിട്ടുള്ളൂ. ഇത് 3 റോസ് ആയിട്ടാണ് സീറ്റ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ സെൻറ്ററിലായിരുന്നു. വിൻഡോ സീറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ പൈസ കൊടുത്ത് എടുക്കാമെന്നും പറഞ്ഞിട്ട് ഞാനും എൻ്റെ കെട്ടിനും കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് തല്ലായിരുന്നു. നമുക്ക് അവരുടെ ആപ്പിൽ നിന്ന് തന്നെ നമുക്ക് വേണ്ട സീറ്റൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ വിൻഡോ സീറ്റ് എടുക്കണമെങ്കിൽ എക്സ്ട്രാ പേയ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ടല്ലല്ലോ ഫ്ലൈറ്റ് കയറുന്നത്. പിന്നെ എല്ലാവർക്കും ഇതുപോലെ സ്ക്രീൻ ഉണ്ടായിരിക്കും. സ്ക്രീനിൽ നമുക്ക് ഫ്ലൈറ്റിൻ്റെ എല്ലാ സൈഡ്സും കാണാനും പറ്റും. പിന്നെ എന്തിനാ വിൻഡോ സീറ്റ് എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ തമ്മിൽ അടിയായിരുന്നു. അങ്ങനെ ഞാൻ എടുക്കാൻ സമ്മതിച്ചില്ല. പക്ഷേ ആളുടെ വാദം ബോംബെക്ക് ആദ്യമായിട്ടല്ലേ പോണേ, അപ്പോൾ ലാൻഡിങ് ടൈമിൽ ബോംബെ എങ്ങനെ ഉണ്ടായിരിക്കും എന്നൊക്കെ കാണാനുള്ള ആകാംക്ഷ ഉണ്ടായിരുന്നു. അവസാനം ഞാൻ സമ്മതിച്ച് നോക്കിയപ്പോൾ വിൻഡോ സീറ്റ് എല്ലാം ഫുള്ളായിരുന്നു. ഫ്ലൈറ്റ് മൊത്തത്തിൽ ആൾക്കാരുണ്ടായിരുന്നു. ഒരു സീറ്റ് പോലും ബാക്കിയില്ല കേട്ടോ. എത്ര റേറ്റ് കൂടുതലാണെങ്കിലും നാട്ടിൽ പോകാനുള്ള ആൾക്കാർ ഒരുപാടുണ്ടെന്ന് അപ്പോഴാണ് മനസ്സിലായത്. അതും ബോംബെക്കായിട്ടും ഒരുവിധം എല്ലാം മലയാളീസായിരുന്നു. നമ്മുടെ കേരളത്തേക്ക് ഡയറക്റ്റ് നമുക്ക് ഫ്ലൈറ്റ് കിട്ടാത്ത കാരണം എല്ലാവരും മലയാളീസായിരുന്നു. ഫാമിലി ആയിട്ടുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു. നമുക്കിനി അവിടെ ചെന്നിട്ട് വേണം സ്റ്റേ കണ്ടുപിടിക്കാനേ, ഹോട്ടൽ ബുക്ക് ചെയ്യാനേ, ഫുഡിൻ്റെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാനേ, നമുക്ക് നാട്ടിൽ പോകാനുള്ള കാര്യങ്ങൾ നോക്കാനൊക്കെ. എനിവേ എന്തെങ്കിലും ആവട്ടെ, അവിടെ എത്തിപ്പെട്ടാൽ മതി എന്നാണ് ഫ്ലൈറ്റിലിരിക്കുന്ന നിമിഷം നമ്മുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഫ്ലൈറ്റ് കയറിയപ്പോൾ ഒരുവിധം റിലാക്സ്ഡ് ആയി. പക്ഷേ നമ്മൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നത് വരെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത് എന്നായിരുന്നു അപ്പോഴത്തെ പ്രാർത്ഥന. നമ്മൾ ദുബായിൽ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് റാഷിദയിലാണ്. നമുക്ക് ഏറ്റവും അടുത്താണ് ദുബായ് എയർപോർട്ട്. അതുകൊണ്ട് തന്നെ എല്ലാ മിസൈൽ അറ്റാക്സും നമുക്ക് നേരിട്ട് കാണാനും കേൾക്കാനും പറ്റാറുണ്ട്. അന്ന് ഇന്ധന ടാങ്കൊക്കെ കത്തിയ സമയത്ത് നമുക്ക് 1-2 ദിവസം അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ചെയ്തു. നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്ന അത്രയും ദൂരം ഉണ്ടായിരുന്നു. സോ ഇവിടെ നിന്ന് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നത് വരെ മനസ്സിലൊരു പേടിയായിരുന്നു. ഒന്നും സംഭവിക്കരുത് എന്നുള്ള പ്രാർത്ഥനയായിരുന്നു. ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം എൻ്റെ മനസ്സിൽ ആകെ കൂടി ഉണ്ടായിരുന്ന ആശ്വാസം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ഉണ്ട് എന്നാണ്. ഒരുപാട് പ്രവാസി ഭാര്യമാർ അവരുടെ ഭർത്താക്കന്മാരെയും ഒരുപാട് അമ്മമാർ അവരുടെ മക്കളെക്കുറിച്ചും വേവലാതിപ്പെട്ടിട്ടുള്ള സമയമായിരുന്നു ഇപ്പോൾ ഈ കഴിഞ്ഞു പോയിട്ടുള്ള ദിവസങ്ങളെല്ലാം. അല്ലെങ്കിൽ ഇപ്പോഴും അങ്ങനെ അനുഭവിക്കുന്നവരുണ്ട്. എൻ്റെ ഏറ്റവും വലിയൊരു സമാധാനം എന്ന് പറയുന്നത്, ഇത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷനിൽ എനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ വിസിറ്റിങ്ങിലാണെങ്കിൽ വിസിറ്റിങ്ങിൽ ഉണ്ടാവാൻ പറ്റി എന്നുള്ളതാണ്.
അതിൽ ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു. കാരണം നാട്ടിലെങ്ങാനായിരുന്നെങ്കിൽ ഞാൻ വല്ല അറ്റാക്കും വന്ന് മരിച്ചേനെ. അമ്മാതിരിയാണ് വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ദിവസം തന്നെ ഞാൻ വല്ല അറ്റാക്കും വന്ന് മരിച്ചേനെ, ആൾ തിരിച്ച് ലാൻഡ് ചെയ്യുമ്പോഴേക്കും. അപ്പോൾ ഒന്നിച്ചുണ്ടാവാൻ പറ്റിയതാണ് ഈ ഒരു സിറ്റുവേഷനിൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. എത്രയും പെട്ടെന്ന് ഈ കഷ്ടപ്പാടും ദുരിതമൊക്കെ തീരാനായിട്ട് പ്രാർത്ഥിക്കുന്നു. കാരണം നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ, നമ്മുടെ കേരളത്തിന് ഏറ്റവും കൂടുതൽ പിടിച്ചു നിർത്തുന്നത് പ്രവാസികളാണ്. ആ പ്രവാസികളിൽ ഏറ്റവും കൂടുതൽ ശതമാനം പേര് വർക്ക് ചെയ്യുന്നത് UAE-യിലാണ്. ഇന്ത്യയിൽ നമ്മൾ ജനിച്ചുവെങ്കിൽ നമ്മൾ വളർന്നതും നമ്മൾ തന്നെ വളർത്തിയതും സത്യം പറഞ്ഞാൽ UAE തന്നെയാണ്. നമ്മുടെ ഫ്ലൈറ്റിൽ തന്നെ സാധാരണ ഫ്ലൈറ്റിലെല്ലാം എയർ ഹോസ്റ്റസ് പറയല്ലേ ചെയ്യുക സേഫ്റ്റി മെഷേഴ്സൊക്കെ. ഇതിൽ സ്ക്രീനിൽ നമുക്ക് വീഡിയോ ആയിട്ട് കാണിക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ലൈറ്റൊക്കെ ഓഫ് ചെയ്തപ്പോൾ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് സ്വന്തമായിട്ട് ഹെഡ്സെറ്റ്, പിന്നെ പുതയ്ക്കാനുള്ളൊരു പുതപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ക്ലാസ്സിൻ്റെ വഴിക്കാണ് നമ്മൾ കയറുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റാണ് ബിസിനസ് ക്ലാസ്. അപ്പോൾ നമ്മളെല്ലാ സെക്ഷൻസും കണ്ടിട്ടുണ്ടായിരുന്നു. ബിസിനസ് ക്ലാസ്സും ഫസ്റ്റ് ക്ലാസ്സൊക്കെ സൂപ്പറാണ് കേട്ടോ. നമ്മൾ എക്കണോമിക് ക്ലാസ്സാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അറ്റ് ലാസ്റ്റ് ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്തു, ടേക്ക് ഓഫ് ചെയ്തു. അപ്പം ഉണ്ടായിട്ടുള്ളൊരു സമാധാനമുണ്ട്. അതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരണമെന്ന് ഞങ്ങൾക്കറിയാൻ പാടില്ല. അപ്പോൾ നമ്മൾ രണ്ടുപേരും ഓരോ ഫിലിം വെച്ചിട്ടുണ്ടായിരുന്നു ടേക്ക് ഓഫിൻ്റെ സമയത്ത്. എന്നാൽ ഞാൻ കൂടുതലും കണ്ടിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ് താഴെ എന്താ നടക്കുന്നത്, സൈഡിൽ എന്താ നടക്കുന്നത് എന്നുള്ള രീതിക്ക് ക്യാമറയിൽ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത്. എന്ത് രസമായിട്ടാണ് ദൈവം ഭൂമിയെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാണ്ട് നമ്മളൊക്കെ ചത്തുപോയിട്ട് എന്താ കാര്യം. ആകാശത്ത് കൂടെ ജെറ്റ് വിമാനം പോകുമ്പോൾ ഉണ്ടാവുന്ന വരല്ലേ, അതുപോലെ ആ ഷിപ്പ് പോകുന്നതിൻ്റെ വരയാണ് കേട്ടോ അത്. ഷിപ്പാണോ അതോ സ്പീഡ് ബോട്ടാണോ എന്നറിയില്ല, അതിൻ്റെ വരയാണ് കേട്ടോ അത്. അത് കഴിഞ്ഞിട്ട് അതിൽ മനോഹരമായിട്ടായിരുന്നു കുറേ കുഞ്ഞു 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 ദ്വീപുകൾ പോലത്തെ സ്ഥലം. കുറച്ച് മണ്ണ്, കുറച്ച് വെള്ളം, കുറച്ച് മണ്ണ്, കുറച്ച് വെള്ളം എന്നൊക്കെ പറഞ്ഞ് ഒരു കുഞ്ഞു കുഞ്ഞു ദ്വീപ് പോലത്തെ സ്ഥലം. അതും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. സംഭവം എമിറേറ്റ്സിൽ കയറി ഇരുന്നപ്പോഴേക്കും നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് പിള്ളേർക്കെല്ലാം കുറച്ച് സോഫ്റ്റ് ടോയ് കൊടുന്നു കൊടുത്തു എയർ ഹോസ്റ്റസുകൾ. അപ്പോൾ അതിലെ ഒരു സോഫ്റ്റ് ടോയ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതായത് എമിറേറ്റ്സ് ഫ്ലൈറ്റിൻ്റെ തന്നെ ഒരു കുഞ്ഞ് സോഫ്റ്റ് ടോയ് ആയിരുന്നു കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ അതിലത്തെ ഒരു മെയിൽ എയർ ഹോസ്റ്റസ് ഉണ്ടായിരുന്നു. മെയിലിനും അങ്ങനെ തന്നെയാണ്, എയർ ഹോസ്റ്റസ് തന്നെയാണ് പറയാമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ആ ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് അതിലത്തെ എമിറേറ്റ്സിൻ്റെ സോഫ്റ്റ് ടോയ് തരാമോ, എനിക്കത് ഇങ്ങനെ ഓർമ്മയിൽ സൂക്ഷിക്കാനാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ മൂപ്പരാൾ നോക്കിയിട്ട് തരാം, ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, അത് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് തരാമെന്ന് പറഞ്ഞു. ആൾ പോയി. പിന്നെ കുറേ നേരത്തേക്ക് വന്നില്ല. അപ്പോഴേക്കും നമ്മുടെ ഫുഡ് വന്നു. അത്യാവശ്യം നല്ല ഹെവി ഫുഡ് തന്നെയായിരുന്നു. ഞങ്ങൾക്ക് ഒറ്റയടിക്ക് തിന്ന് തീർക്കാനൊന്നും പറ്റിയില്ല. ഞാൻ രണ്ടുപേരും ആദ്യം ഒരു അപ്പി ഫീസ് കുടിച്ചിട്ട് അങ്ങ് തുടങ്ങി. ഫുഡ് കഴിച്ചിട്ട് ബാക്കി സാധനങ്ങളൊക്കെ ഇടയ്ക്ക് ബ്രേക്ക് എടുത്തിട്ടായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് സിനിമ കാണലും നടക്കുന്നുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ പുറത്തെ കാഴ്ചകൾ കാണലും നടക്കുന്നുണ്ട്. മെയിൻ കോഴ്സായിട്ടുണ്ടായിരുന്നത് നോൺ വെജ് ഐറ്റംസ് ചൂസ് ചെയ്ത കാരണം ബട്ടർ ചിക്കനും അതുപോലെ തന്നെ ഫ്രൈഡ് റൈസ് ആയിരുന്നു കേട്ടോ. അടിപൊളി കോംബോ ആയിരുന്നു. ബട്ടർ ചിക്കനൊക്കെ ഒന്നും പറയാനില്ല, നല്ല ക്രീമി ആൻഡ് ടേസ്റ്റി ആയിരുന്നു കേട്ടോ. പിന്നെ ഫ്രൈഡ് റൈസ് ആണെങ്കിലും മോശമില്ല. അതിൽ ആദ്യത്തെ ബൈറ്റിൽ തന്നെ കിട്ടിയിട്ടുള്ളത് നല്ല റോസ്റ്റഡ് ആയിട്ടുള്ള സവോളയുടെ ടേസ്റ്റാണ്. ഇത് മാത്രം മതി, അത്രയും നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു സാറ്റിസ്ഫാക്ഷൻ ലെവലും കൂടി ഉണ്ട്. എൻ്റെ ദുബായിലെ ഫസ്റ്റ് ജോബ് ഞാൻ HK എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനിയിലായിരുന്നു. അവരാണ് എമിറേറ്റ്സ് ഫ്ലൈറ്റ് കാറ്ററിങ്ങിലേക്ക് സാധനങ്ങൾ കൊടുക്കുന്നത്, ഗ്രോസറി സാധനങ്ങളൊക്കെ. ഞാനാണ് ഈ ക്ലയൻറ്റിനെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ എൻ്റെ ക്ലയൻറ്റാണ് എമിറേറ്റ്സ് ഫ്ലൈറ്റ് കാറ്ററിംഗ് ആയിരുന്നത്. സോ അതിൻ്റെ ഫുഡ് കഴിക്കാൻ പറ്റിയതിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ അതിനപ്പുറമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ തിന്ന സാധനം എന്താണെന്ന് എനിക്കറിയില്ല. അതിൽ മാതളനാരങ്ങയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഒരു ഉരുളൻകിഴങ്ങ് പോലത്തെ സാധനമൊക്കെ ഉണ്ടായിരുന്നു, ഒരു സാലഡ്, എന്തോ ഒരു സാലഡ്, അത് കുഴപ്പമില്ലായിരുന്നു, ഓക്കെയാണ്. അത് കഴിഞ്ഞിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് സ്വീറ്റാണ്. സ്വീറ്റ്സ് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്ന രസ്മലായി ആയിരുന്നു. അതും കുഴപ്പമില്ല കേട്ടോ, രസം ഉണ്ടായിരുന്നു. ഓൾറെഡി ഫുഡ് കഴിച്ച് കയറിയതുകൊണ്ടാണോ എന്ന് അറിയില്ല, നമുക്കിപ്പോൾ തന്നെ ഹെവി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കുറച്ച് ഗ്യാപ്പ് എടുത്തു. കംപ്ലീറ്റ്ലി അപ്പോൾ കഴിച്ചില്ല. പിന്നെ കുറേ നേരം സിനിമയൊക്കെ കണ്ടിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ഫുഡ് കഴിക്കാൻ പോയത്. പിന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നത് ചോക്ലേറ്റ് ആണ് കേട്ടോ. ചോക്ലേറ്റ് അത്യാവശ്യം നല്ല ചോക്ലേറ്റ് ആയിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് ബട്ടറും ബണ്ണും, അത് നമ്മൾ തന്നെ സ്പ്രെഡ് ചെയ്തിട്ട് കഴിക്കുക. പിന്നെ ഉണ്ടായിരുന്നത് നട്ട്സായിട്ട് നമ്മുടെ കാഷ്യൂനട്ടാണ്. പിന്നെ മിക്സ്ചർ പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. അത്ര ഐറ്റംസ് ആണ് ഉണ്ടായത്. പിന്നെ വെറ്റ് വൈപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ ഏകദേശം നമ്മൾ ആ സമയത്തിൻ്റെ ഉള്ളിൽ മുംബൈ എത്താനായിട്ടുണ്ടായിരുന്നു. നോക്കിയപ്പോൾ ഏകദേശം 8:15 എത്തുമെന്നാണ് പറഞ്ഞത്. ഞാൻ ആദ്യം ചോദിച്ച സോഫ്റ്റ് ടോയ്ക്ക് പകരം കുമ്പാനിയും കളർ പെൻസിലിൽ തന്നു. അപ്പോൾ ഞാൻ ഇതല്ല, എനിക്കതാണ് വേണ്ടതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ പോയിട്ട് ഈ ഒരു സോഫ്റ്റ് ടോയ് എടുത്ത് തന്നു. സംഭവം അവരുടെ ലാസ്റ്റ് സോഫ്റ്റ് ടോയ് കഴിഞ്ഞു എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ 2 ഐറ്റമാണ് എനിക്ക് കിട്ടിയത്. പക്ഷേ ഞാൻ വിചാരിച്ച സാധനം കിട്ടും ചെയ്തില്ല. അതെനിക്ക് നല്ല ഇഷ്ടമായതായിരുന്നു. പിന്നെ ഞാൻ കിട്ടിയതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. എന്തായാലും മുംബൈക്ക് എത്താനാവും ചെയ്തു. ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ ആകാശം പോലെ നക്ഷത്രങ്ങളൊക്കെ തെളിയുന്നുള്ളൊരു സംഭവം ജോബിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഫ്ലൈറ്റിന് അങ്ങനെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ദേ നമ്മൾ ബോംബെയിൽ ലാൻഡ് ചെയ്യാനായിട്ടുണ്ട്.
അതിനിടയ്ക്ക് എനിക്ക് നല്ല തണുപ്പായി തുടങ്ങിയിട്ടാ. ഞാൻ പൊതച്ചിരിക്കുമ്പോൾ എന്നെ കളിയാക്കി വീഡിയോ എടുത്തതാണ് കണ്ടത്. കത്ത തണുപ്പായിരുന്നു, വെറുതെ എല്ലാവരും പുതപ്പൊക്കെ തരണേട്ടാ. അങ്ങനെ സേഫായി നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചെത്തി. നമ്മുടെ നാട്ടിലല്ല, ബോംബെയിലേക്ക് എത്തി. ഇനി പറഞ്ഞ പോലെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കണം. ഫസ്റ്റ് സ്റ്റേൻ്റെ കാര്യം നോക്കണം, പിന്നെ നമുക്ക് നാട്ടിൽ പോകാനുള്ള കാര്യങ്ങൾ എങ്ങനെയാണോ അതൊക്കെ കണ്ടുപിടിക്കണം. ഏതാണെന്ന് ഒരു ഐഡിയ ഇല്ല. ബോംബെയിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും വരുന്നത്. നമ്മുടെ വാഷിംഗ് മെഷീൻ നമ്മൾ സെല് ചെയ്തിട്ടുള്ള കുട്ടി ബോംബെക്കാരിയാണ്. അപ്പോൾ അവൾ പറഞ്ഞത് കേട്ടിട്ടുള്ള ഒരു ഐഡിയ വെച്ചിട്ട് വേണം നമുക്കിനി ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ.